അലക്സാൻഡ്രിയ ഒക്കേഷ്യോ കോർട്ടസ് അഥവാ AOC അവർ അടുത്ത പ്രസിഡന്റാകും, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടുത്ത സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചിന്താഗതി, എന്നുള്ള പ്രചാരണം ശക്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് അവരാണ്. ഒന്നാം സ്ഥാനത്ത് കമലാ ഹാരിസ് തന്നെ, കാരണം അവർ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അവർക്ക് ഏതാണ്ട് 28% പിന്തുണ കിട്ടുന്നുണ്ട്. AOCക്ക് 21%. അപ്പോൾ ഇതിനടുത്ത് വേറെ ആരും വരുന്നില്ല. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമും അങ്ങനെ വമ്പന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ഈ തലത്തിലേക്ക് വരുന്നില്ല. AOC ആകട്ടെ അങ്ങനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അവർക്ക് 36 വയസ്സേ ഉള്ളൂ. പ്രസിഡന്റാകാൻ 29 വയസ്സ് ഉള്ളപ്പോൾ അവർ കോൺഗ്രസ് അംഗമായി. ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് അംഗമാണ് അവർ. ഇതേവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് അംഗം. ന്യൂയോർക്കിലെ 14th ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രോങ്സിലെ പിന്നെ കറുത്ത വർഗ്ഗക്കാരൊക്കെ കൂടുതലുള്ള ആ സ്ഥലത്ത് നിന്ന് ഉള്ള കോൺഗ്രസ് അംഗമാണ് അവർ. അപ്പോൾ അവരെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഒത്തിരി നമുക്ക് പറയാനുണ്ട്. അപ്പം ഇപ്പം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരും AOCയും ബെർണി സാൻഡേഴ്സും, വെർമോണ്ടിൽ നിന്നുള്ള സെനറ്റർ ബെർണി സാൻഡേഴ്സും കൂടി ഇപ്പോൾ ഫൈറ്റ് ഓളിഗാർക്കി എന്ന് പറഞ്ഞ് ഒരു പ്രചാരണ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ട്രംപ് ഭരണകൂടത്തിനും ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ഓളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആളുകൾ, വമ്പന്മാരായ ഒരു പറ്റം ആളുകൾ ഭരണം നിയന്ത്രിക്കുന്നതിനാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അമേരിക്ക ഒട്ടാകെ ലഭിക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം 10,000 തടിച്ചു കൂടുന്നു. നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത്രയധികം ഒന്നും കാണുന്നില്ല. അവരുടെ AOCയുടെ ഒരു ഫൈറ്റ് ഓളിഗാർക്കി എന്നുള്ള ഒരു വെബ്സൈറ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, അവരുടെ ആ പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രയുണ്ടെന്ന്. ട്രംപ് കൺട്രിയിലൊക്കെ, അതായത് ട്രംപിന് വേണ്ടി അതിശക്തമായിട്ട് നിലകൊണ്ട സ്ഥലങ്ങളിലൊക്കെ, മൊണ്ടാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലും ജനം ഇടിച്ചുകൂടുകയാണ്. അപ്പോൾ 10,000 ആളുകൾ തടിച്ചു കൂടുന്നു. അപ്പോൾ ഇവരുടെ AOCയുടെ പ്രസംഗം വളരെ സിമ്പിളാണ്, വളരെ ലളിതം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നു. നമ്മുടെ രാജ്യം ഇങ്ങനെയല്ല, നമ്മുടെ രാജ്യം ഇങ്ങനെ പോയാൽ പോരാ, പിന്നെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെ അവഗണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം കുടിയേറ്റക്കാരായി വരുന്നവരെല്ലാം അവരോടെല്ലാം മനുഷ്യത്വഹീനമായിട്ട് പെരുമാറി അവരെ തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും അമേരിക്കൻ മൂല്യങ്ങളിൽ പെട്ടതല്ല. അതുപോലെ തന്നെ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പം ഇതെല്ലാം പറഞ്ഞ് ആ AOCയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മെസ്മറൈസ്ഡ് ആയി പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. അവർ പറയുന്ന ഓരോ വാക്കിലും സത്യവും ആത്മാർത്ഥതയും തുടിച്ചു നിൽക്കുന്നു.